ഒരു കുഞ്ഞ് എത്ര വയസ്സിലാണ് ബട്ടൺ അഴിക്കാനും ഇടാനും പഠിക്കുന്നത്? തന്നെത്താനെ ബോട്ടിൽ പിടിച്ചു കുടിക്കുന്ന എത്ര മാസത്തിലാണ്? 2 വയസ്സ് വരെ കുട്ടികൾക്ക് മൊബൈൽ കാണിക്കാൻ പാടില്ല. ശരിക്കും ഓട്ടിസ്റ്റിക് കിഡ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ്? കുട്ടികളിപ്പോൾ ഒരു ഡോളിനെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുടി ചെയ്യി കൊടുക്കും, മനസ്സിലായില്ലേ? അതിനെ ഫീഡ് ചെയ്യിക്കും, കുളിപ്പിക്കും. ഇവർ ചെയ്യുന്നത് ഈ ഡോള് കൊണ്ടുവന്ന് ഒരിടത്ത് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കും, അല്ലെങ്കിൽ കിട്ടുന്ന കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ വരിയായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നതാണ്. പേരന്റിംഗ് എന്ന് പറയുന്നൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. കൈ കൊണ്ട് ഫ്ലാപ്പ് ചെയ്യുക, മനസ്സിലായില്ലേ? വിരൽ മുഷ്ടി പ്രത്യേക രീതിയിൽ പിടിക്കുക, അതുപോലെ വിരൽ നോക്കുക, കണ്ണിങ്ങനെ സൈഡിലേക്ക് നോക്കുക. കാരണം അത് ഹെൽപ്ലെസ്, അതിന് പറയാൻ അറിയത്തില്ല അമ്മ എനിക്കിത് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ആശുപത്രി കൊണ്ടുപോകും. നമ്മൾ പേര് വിളിച്ചാൽ നോക്കുന്നില്ല, അതുപോലെ നെയിം കോൾ റെസ്പോൺസ് ഉണ്ട്, പേര് വിളിച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? മറ്റാളുകളുമായിട്ട് ഇടപെടാനും നമ്മൾ പോയിന്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിക്കാൻ, പൂച്ചയെ കണ്ടോ, ആനയെ കണ്ടോ, അത് ആരാ അങ്കിള് വരുന്ന കണ്ടോ, നോക്കി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുന്നുണ്ടോ? ആ പ്രശ്നം കുഞ്ഞിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുവാണ്. വെള്ളം വേണമെങ്കിൽ കയ്യെ വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകും, വെള്ളം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്യത്തുമില്ല. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന കുറവായിരിക്കും. കുട്ടികളും അവരുടെ വളർച്ചയെ കുറിച്ചിട്ടുള്ള നമ്മുടെ സംശയങ്ങളൊക്കെ ഇറ്റ്സ് എ നെവർ എൻഡിങ് ടോപ്പിക്. എന്തോരം നേരം വേണമെങ്കിലും സംസാരിക്കാം. ഇന്നും അവരാണ് നമ്മുടെ സംസാര വിഷയം. ചൈൽഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. ആൻഡ് വി ഹാവ് 2 എക്സ്പേർട്സ്. വെൽക്കം ടു ആരോഗ്യം. എൻ്റെ പേര് മഞ്ജു ആൻഡ് വി ഹാവ് ഡോക്ടർ ജെയിംസൺ ആൻഡ് ഡോക്ടർ ജെൻസി ഫ്രം ജുവൽ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. വെൽക്കം ഡോക്ടേഴ്സ്. താങ്ക് യു. ഈ പറഞ്ഞ പോലെ കുട്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം നേരത്തെ ആണെങ്കിൽ നമ്മുടെ കാരണവന്മാർ പറയാ പിള്ളേരല്ലേ അവരങ്ങ് വളർന്നോളും എന്ന് പറയും. പക്ഷേ ഇപ്പം നമ്മളോട് ഇപ്പോഴത്തെ പാരൻസിനോട് ചെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വളരൂല, പിള്ളേരെ കോൺഷ്യസ് ആയിട്ട് വളർത്തന്നെ വേണമെന്ന് പറയും. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു കോമണർക്കും വരുന്ന വൈ ഇസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്താ പറയുക? ശരിക്കും ഒരു 1990s ഈ ഓട്ടിസം, ADHD ഇതിൻ്റെയൊക്കെ റേഷ്യോ ഉണ്ടായിരുന്നത് 1000-ലൊരു കുട്ടി, 500-ലൊരു കുട്ടി, അങ്ങനൊരു കണക്കുകളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് വരുന്ന റിപ്പോർട്ട്സ് വളരെ ഷോക്കിംഗ് ആണ്. 2020-ലുള്ള റിപ്പോർട്ട്സിലൊക്കെ പറഞ്ഞിരുന്നത് 1 in 65 ഓട്ടിസ്റ്റിക് ആണെന്നാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും പുതിയ കണക്കുകൾ വരുന്നത് 1 in 32 ഓട്ടിസ്റ്റിക് ആണ്. പല റിപ്പോർട്ട്സ് ലോകത്ത്, കാലിഫോർണിയ സ്റ്റേറ്റിൽ ഈ അടുത്തിടെ ഒരു സ്റ്റഡി നടത്തിയതിൽ 1 in 24 ബോയ്സ് ഓട്ടിസ്റ്റിക് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു റിപ്പോർട്ട്. 24 ബോയ്സിലാണ് അവർ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ നമ്പേഴ്സ് കൂടുന്നത് നമുക്കങ്ങനെ സമാധാനമായിട്ട് കേട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ADHD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ 100-ൽ ഒരു 15-16 കുഞ്ഞുങ്ങൾ കൊണ്ടെന്നാണ് സ്കൂളുകളിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇപ്പോൾ ഏകദേശം ജുവൽ 42 സ്കൂൾസുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. ഞങ്ങളുടെ കുട്ടികളെ എല്ലാം മെയിൻ സ്ട്രീം സ്കൂളിലാണ് വിടുന്നത്. ട്രെയിൻ ചെയ്യുന്നതും അവരെ നോർമൽ സ്കൂളിൽ പോകാൻ തന്നെയാണ്. അപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് പറയുന്നത്, ഡോക്ടറെ 100 പേര് വരുമ്പോൾ 40 കുഞ്ഞുങ്ങൾക്കും അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ട്. 45 മിനിറ്റ് അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. 45 മിനിറ്റ്സ് അടങ്ങി അതൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ബിഹേവ് ചെയ്യുക, നീഡ്സ് പ്രോപ്പറായിട്ട് പറയുക, ടീച്ചർ പറയുന്ന കമാൻഡ്സ് ഫോളോ ചെയ്യുക. ഇത് കുട്ടികൾക്കൊരു പ്രോബ്ലം ആണെന്നാണ് ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു നീഡ് ഓഫ് ദ അവറാണ് ഇതിനെപ്പറ്റി സംസാരിക്കുക. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ. ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ന്യൂറോ മെച്ചുറേഷൻ ഏജ് 4 years ആണ്. അതായത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ 3 years വരെ വളരെ ക്രൂഷ്യലും, പിന്നീട് ഉള്ള ഒരു 1 year, 4 up to ഇനീഷ്യൽ 4 years ആണ് പറഞ്ഞത്. ഈ ഒരു പീരീഡ് കുട്ടിയുടെ ലൈഫിൽ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂറോ മെച്ചുറേഷൻ ബ്രെയിനിൽ നടക്കുന്നത്. അപ്പം ആ പ്രായമാണ് നമ്മൾ പല പേരൻസും ആരെങ്കിലും വളർത്താൻ ഏൽപ്പിക്കുന്നതും പിന്നീട് ഞാൻ വലുതായിട്ട് അമ്മ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നൊരു രീതിയുണ്ട്. എല്ലാവരും ഫാസ്റ്റ് ലൈഫാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കാരണം ഈ ലോകത്ത് വരുന്ന ഒരാളാണ് ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ മാനസികമായും ശാരീരികമായും ഭൗതികപരമായും ഇൻഡിപെൻഡൻ്റ് ആക്കാം എന്ന് ഉത്തരവാദിത്തപ്പെട്ട 2 പേരെയാണ് നമ്മൾ രക്ഷ. അല്ലാതെ ഒരു കുഞ്ഞും ഞാൻ ഇന്ന വീട്ടിൽ 2018 ജൂൺ 1 ജനിക്കാമെന്ന് പറഞ്ഞ് എങ്ങൊന്നും വരുന്നതല്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട 2 പേരെയാണ് നമ്മൾ രക്ഷ. കാരണം ഒരു ജീവി ഈ ലോകത്ത് ജനിക്കുന്നു ഒന്നും അറിയാതെ നിഷ്കളങ്കരായിട്ട് ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ്. അതിനെ ഓരോ രീതിയിലും വളർത്തിയെടുത്ത് മെച്യൂർഡ് ആക്കേണ്ട ഉത്തരവാദിത്വം
രക്ഷകർത്താക്കൾ കൊണ്ട് പണ്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു. പേരൻസിന് പറ്റിയില്ലെങ്കിലും ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു. അവർ ഈ റോൾ ഏറ്റെടുക്കും. ഒരു കുഞ്ഞ് രാവിലെ അപ്പൂപ്പൻ്റെ വീട്ടിൽ, അടുത്ത ഉച്ചയ്ക്ക് അപ്പൂപ്പൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ, വൈകിട്ടാണ് നമ്മളൊക്കെ സ്വന്തം വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അന്ന് സേഫായിരുന്നു, പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അതെല്ലാം കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം അവന് കിട്ടുന്നുണ്ടായിരുന്നു. ഫുൾ ഡേ കുഞ്ഞിനോട് ഓരോ പ്രാവശ്യവും നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ന്യൂറോളജിക്കൽ കണക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ കണക്ഷൻസ് ബ്രെയിനിൽ ഫോം ആവുന്നതാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ച. 4 വയസ്സ് വരെ ഒരു കുഞ്ഞും പുസ്തകത്തിൽ നല്ല ഒന്നും പഠിക്കുന്നത്. കുഞ്ഞിൻ്റെ ഭാഷ വീട്ടിലെ ഭാഷ, ഗ്രാൻഡ് പേരൻസിൻ്റെ ഭാഷ, നെയ്ബേഴ്സിൻ്റെ ഭാഷയാണ് ഒരു കുഞ്ഞ് പറയുന്നത്. ഇത് കിട്ടാത്തൊരു കുഞ്ഞിന് എങ്ങനെ ഡിലേ ഇല്ലാതിരിക്കും? അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റ്സ് എ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. ഇറ്റ് ഷുഡ് ബി. യൂഷ്വലി ഇപ്പം ജുവലിൽ ഒരുപാട് വർഷത്തെ സർവീസ് ഉള്ള ഒരു സെൻ്ററാണ്. അപ്പം ഏറ്റവും കൂടുതൽ പാരൻസ് എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ വരുന്നത് കുട്ടികളുടെ? മുമ്പൊക്കെ കുട്ടികൾക്ക് ശരിക്കും ഒരുപാട് സിവിയറിറ്റി ഉള്ള എന്തെങ്കിലും ഓട്ടിസോ അല്ലെങ്കിൽ സെറിബ്രൽ പാൾസിയോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉള്ള പേരൻസ് മാത്രമേ വരാറുള്ളായിരുന്നു. മേ ബി ഒരു 15-20 വർഷം മുമ്പ് വരെ. ഇപ്പോഴങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പം സംസാരിക്കുന്നതിൽ കുറച്ച് കാലതാമസമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എഴുതാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, അതുപോലെ തന്നെ 2 വയസ്സായിട്ടും വർത്തമാനം പറഞ്ഞ് തുടങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസും പേരൻസ് കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് കുട്ടിക്ക് ഈവൻ ഒരു ടിപ്പിക്കലി ഡെവലപ്പിംഗ് ചൈൽഡാണെങ്കിൽ കൂടെ ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനും പേരൻസ് വരാറുണ്ട്. അപ്പോൾ ഇസ് ദാറ്റ് ഓക്കെ അങ്ങനെ വരുന്നത്? കാരണം ഇപ്പം എല്ലാ പാരൻസും അങ്ങനെ ഓക്കെ ആയിരിക്കില്ല. കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോടാണല്ലോ ചോദിക്കുക. എൻ്റെ കുഞ്ഞ് ഇത്ര സമയമായിട്ട് വർത്താനം പറഞ്ഞില്ല, ഇത് ഓക്കെ ആണോ എന്ന് നമ്മൾ വേറെ 10 പാരൻസിനോടാണ് ചോദിക്കുക. അപ്പം എങ്ങനെ ഈ ഹെൽപ്പ് സീക്ക് ചെയ്തൊരു പ്രോസസ്സ് ഇല്ലേ? അതായത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക ഇപ്പം നമ്മുടെ കുട്ടീനെ ഇങ്ങനെ ഒരു ഹെൽപ്പിന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം, ഇപ്പം ജുവലിനെ പോലെ ഒരു സെൻറ്ററിലേക്ക് വരണം, നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അത് പ്രധാനമായിട്ടും നമ്മൾ ചുറ്റുപാടുമുള്ള ആളുകളോട് കുഞ്ഞിന് നോർമലായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ഒരു കൊച്ചിൻ്റെ അല്ലെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ശരിയായിട്ടുള്ള രീതിയിൽ പ്രായത്തിനനുസരിച്ച് എല്ലാ ഡെവലപ്മെൻറ്റ്സും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യാൻ ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ഒത്തിരി വഴികളുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ നമ്മൾ സ്ക്രീനിങ് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. നമ്മുടെ ഏതൊരു കുട്ടിക്കും കാര്യം ഇന്നത്തെ ചുറ്റുപാടിൽ, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന എല്ലാ കുട്ടികളെയും നമുക്ക് എന്ത് തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടെന്ന് നമ്മൾ സംശയിക്കുകയാണെങ്കിലും നമുക്ക് ഈ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നത് എപ്പോഴും നല്ലതാണ്. റെലവൻസ് വരുന്നത് കുട്ടി സ്കൂളിൽ പോകുമ്പോഴാണ്. കാരണം സ്കൂളിൽ അവരുടെ കുറ്റമല്ല, 30 കുട്ടികൾ 40 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടാവും. അപ്പം ടീച്ചറിന് ഒരു കുഞ്ഞിൻ്റെ അടുത്ത് പോയി റൈറ്റ് എ എന്ന് 10 പ്രാവശ്യം പറയാൻ പറ്റില്ല. ടീച്ചർ ഒരു പ്രാവശ്യമേ പറയൂ. അങ്ങനെ 10 പ്രാവശ്യം പറയേണ്ട ഒരു കുട്ടിയെ അവർക്ക് സ്കൂളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും 4 വയസ്സിലാണ് 3.5 വയസ്സിൽ തിരിച്ചറിയുന്നത്. ഇതിന് മുമ്പ് തന്നെ ഒരു രക്ഷകർത്താവ് തിരിച്ചറിഞ്ഞാൽ ഒരു 4 വയസ്സിന് മുമ്പ് തെറപ്പികൾ വഴി ഒരു 3 മാസം കൊണ്ട് കിട്ടുന്ന മാറ്റം 5 വയസ്സ് കഴിഞ്ഞാൽ 6 മാസമോ 8 മാസമോ എടുക്കും. 7 വയസ്സ് കഴിഞ്ഞാൽ 1 വർഷമോ 2 വർഷമോ എടുക്കും. ഏർലിയർ ദ ബെറ്റർ. അപ്പം നമ്മൾ രക്ഷകർത്താക്കൾ ഇതിൻ്റെ റെഡ് ഫ്ലാഗ്സിനെ പറ്റി അറിഞ്ഞിരിക്കുക, എപ്പോൾ ഇത് നോട്ട് ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൂഷ്യൽ കാര്യങ്ങൾ. കാരണം ഒരു കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് പേരൻസാണ്. 24 hours നമ്മളാണുള്ളത്. അപ്പം ഒരു സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് ഒരു സ്കൂൾ റെഡിനെസ്, ജുവലിൽ സ്കൂൾ റെഡിനെസ് അസസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് സംശയമുണ്ട്, ഭാഷ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കുറവാണോ, അല്ലെ നെയ്ബർ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യുന്നത് ആ കുഞ്ഞിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ജസ്റ്റിസാണ്. ആ പ്രശ്നം കുഞ്ഞിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുവാണ്. കാരണം അത് ഹെൽപ്ലെസ്, അതിന് പറയാൻ അറിയത്തില്ല, അമ്മ എനിക്കിത് ബുദ്ധിമുട്ടുണ്ട് എന്നെ ആശുപത്രി കൊണ്ടുപോകും എന്ന് പറയാൻ ആ കുഞ്ഞിന് പറ്റില്ല. അപ്പോൾ അത് നമ്മൾ രക്ഷകർത്താവാണല്ലോ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ആ കുഞ്ഞിൻ്റെ കുഞ്ഞു ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുകയും മാക്സിമം കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യണം. ദയവേത് സോഷ്യൽ മീഡിയയൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോ തവണ സംസാരിക്കുമ്പോഴും കുഞ്ഞിൻ്റെ ബ്രെയിനിൽ മെച്യൂറേഷനും ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അത് അവിടെ തൊടുകയും വലിഞ്ഞു കയറുകയും ഓരോ കാര്യം ചെയ്യുമ്പോഴും, വെള്ളത്തിൽ പിടിക്കുമ്പോഴും ഭക്ഷണത്തിൽ തൊടുമ്പോഴും അത് ബ്രെയിൻ രജിസ്റ്റർ ആവുക. അപ്പോൾ ഇതാണ് ആ എക്സ്പീരിയൻസ് ആണ് ലേണിംഗ്. എത്ര എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു, നിങ്ങളുടെ കുഞ്ഞ് അത്രയും മെൻ്റലി ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും.
ഓക്കെ. ഒരു കുഞ്ഞ് വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ പറയുമല്ലോ, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ കൂടെ ഒരു പാരൻറ്റും കൂടെ ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ന്യൂ ഫോർ ദം. അവർക്കും ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ, ഇതിപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്കും അങ്ങനെ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എന്താണ് ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഒരു റെഡ് ഫ്ലാഗ് എന്ന്, അല്ലെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്ന് കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളുണ്ടല്ലോ. മേ ബി സിംറ്റംസ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണത്? അപ്പം പ്രധാനമായിട്ടും റെഡ് ഫ്ലാഗ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മളിപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മളൊരു സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജിലൊന്നും നമ്മൾ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം, ചൈൽഡ് റെയറിങ് എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടല്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മാതാപിതാക്കളാവുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അതായത് നമുക്കൊരു 8 മേഖലകൾ അല്ലെങ്കിൽ 8 ഡൊമൈൻസിൽ നമ്മൾ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ സ്ക്രീൻ ചെയ്യാറുണ്ട്. ഒന്ന് കുട്ടിയുടെ ശാരീരിക വളർച്ച, 2 കുട്ടിയുടെ മോട്ടോർ ഡെവലപ്മെൻറ്റ്, അതായത് ശരീരം നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചലിപ്പിക്കാനുള്ള കഴിവ്. ഉദാഹരണത്തിന് 3-ാം മാസം ആകുമ്പം നമ്മൾ കഴുത്തുറയ്ക്കണം, അതുപോലെ കമന്നു വീഴണം. 5-ാം മാസം ആകുമ്പോഴത്തേനും നമ്മൾ തറയിലൊക്കെ നമ്മൾ വൈഡ് ബേസ്ഡ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? 7-8 മാസം ആകുമ്പോൾ നമ്മൾ മുട്ടയെ വലിയാനും നീന്താനൊക്കെ തുടങ്ങും. 1 വയസ്സാവുന്ന കുട്ടി പിടിച്ചു നിൽക്കും. ഒരു വയസ്സ് അല്ലെങ്കിൽ 15 മാസത്തിനുള്ളിൽ കുട്ടി പിടിക്കാതെ നടക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറാൻ തുടങ്ങും. മനസ്സിലായില്ലേ? സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെ ബോള് ക്യാച്ച് ചെയ്യാനും ത്രോ ചെയ്യാനും സ്കിപ്പ് ചെയ്യാനും, മനസ്സിലായല്ലേ, ഹോപ്പ് ചെയ്യാനൊക്കെ ഇതിനെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു കാലപരിധിയുണ്ട്. മനസ്സിലായില്ലേ? ഇത്ര വയസ്സിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിൽ കുട്ടി ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. അപ്പം ഞാനീ പറഞ്ഞത് ഗ്രോസ് മോട്ടോറാണ്. അതുകൂടാതെ ഫൈൻ മോട്ടോറുണ്ട്. എത്ര വയസ്സിൽ ഗ്ലാസ് പിടിക്കണം, എത്ര മാസത്തിൽ ഫീഡിംഗ് ബോട്ടിൽ പിടിക്കണം, മനസ്സിലായല്ലേ? എത്ര വയസ്സിലായിരിക്കണം പെൻസിൽ പിടിക്കണം അല്ലെങ്കിൽ ക്രയോൺസ് പിടിക്കേണ്ടത്, എത്ര വയസ്സിൽ ബട്ടൺ ഊരാൻ പഠിക്കും. ഇതിനെല്ലാം കൃത്യമായ ഒരു കാലയളവുണ്ട്. അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയും. ഈ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും ശാസ്ത്രീയമായിട്ട്. ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ, ജുവൽ പോലൊരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ, ഇപ്പം ഞാൻ പറഞ്ഞ മോട്ടോർ ഡെവലപ്മെൻറ്റ്സിനെ പറ്റി മാത്രമാണ്. അപ്പം നമ്മൾ 8 മേഖലകളെ പറ്റി പറഞ്ഞു. ഒന്ന് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, കുട്ടിക്ക് പ്രായത്തിനനുസരിച്ചുള്ള തൂക്കവും പൊക്കവും വളർച്ചയുണ്ടെന്നുള്ളത്. 2 പറഞ്ഞ മോട്ടോർ ഡെവലപ്മെൻറ്റ്സ്. 3 ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, കുട്ടി പ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നുണ്ടോ, സംസാരം മനസ്സിലാകും. 2ഉം നമ്മൾ നോക്കും. ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങും നോക്കും, 2 തിരിച്ചു പറയാനുള്ള കഴിവും നോക്കും. ബോത്ത് റിസെപ്റ്റീവ് ആൻഡ് എക്സ്പ്രസീവ്. അപ്പം 1 വയസ്സുള്ളൊരു കുട്ടിയെ ഇപ്പോൾ എത്ര ഒരു 4, 5, 6 വാക്കുകൾ വരെ ഒരു കുഞ്ഞ് പറയണമെന്നാണ്. 1.5 വയസ്സാകുമ്പോൾ 20 വാക്കുകളെങ്കിലും പറയണം, അല്ല 25 വാക്കുകൾ വരെ നമ്മൾ പറയണമെന്നാണ്. 2 വയസ്സുള്ളൊരു കുട്ടി 50 വാക്കുകൾ പറയണം, 2 വാക്ക് കൂട്ടി സംസാരിക്കണം. മനസ്സിലായില്ലേ? 2 വയസ്സുള്ളൊരു കുട്ടി ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കണം, സ്വന്തം ആവശ്യങ്ങൾ 2 വാക്കിൽ പറഞ്ഞു തുടങ്ങിയിരിക്കണമെന്നാണ്. 2 വയസ്സായിട്ടും കുഞ്ഞ് ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കുഞ്ഞിന് ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ 2 വയസ്സിൽ 2 വാക്ക് കൂട്ടിയെ സംസാരിക്കുന്നതിൽ 3 വയസ്സാകുമ്പോൾ 3 വാക്ക് കൂട്ടി കാര്യങ്ങൾ പറയണം, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങണം. അങ്ങനെ ഓരോ പ്രായത്തിലും നമുക്ക് ഈ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പരിശോധിച്ചറിയാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, കുട്ടിയുടെ ബുദ്ധിവികാസം. ഒരു കുഞ്ഞ് എത്ര വയസ്സിലാണ് ബട്ടൺ അഴിക്കാനും ഇടാനും പഠിക്കേണ്ടത്, തന്നെത്താനെ ബോട്ടിൽ പിടിച്ച് കുടിക്കുന്ന എത്ര മാസത്തിലാണ്, ഗ്ലാസ് പിടിച്ച് കുടിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ തൊപ്പി വെക്കാനും ഊരാനും പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മുട്ടായി കിട്ടിക്കഴിഞ്ഞാൽ അത് പൊളിക്കാൻ മനസ്സിലായി തന്നെ അറിയണമല്ലോ, ഇല്ലേ? അല്ലെങ്കിൽ ഒരു ഡോർ തുറക്കാൻ പഠിക്കും. അപ്പം കുട്ടിയുടെ ബുദ്ധിവികാസവും അതുപോലെ തന്നെ അതിൽ തന്നെ നമ്മൾ പസിൽസ് ചെയ്യുന്നത്, 3 പീസ് പസിൽസ് എത്ര വയസ്സിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ആൽഫബറ്റ്സ് എത്ര വയസ്സിലാണ് തിരിച്ചറിയാൻ തുടങ്ങുന്നത്, ബുക്കിലുള്ള പടങ്ങൾ കണ്ടാൽ അതിൻ്റെ പേര് പറയാൻ തുടങ്ങുന്നത്, മനസ്സിലായി? ഇതെല്ലാം നമുക്ക് കൃത്യമായ കാലയളവിൽ അത് നേടിയെടുത്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങനെ ഓരോന്ന് സോഷ്യൽ, സാമൂഹികമായിട്ടുള്ള ഇടപെടാനുള്ള കഴിവ്, പ്ലേ, മറ്റു കുട്ടികളുമായിട്ട് ആളുകളുമായിട്ട് ഇടപെടാനും കളിക്കാനുള്ള കഴിവ്, അത് ഓരോ പ്രായത്തിൽ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. 1 വയസ്സുള്ളൊരു കുട്ടി കളിക്കുന്ന പോലെ അല്ല 2 വയസ്സുള്ളൊരു കുട്ടി കളിക്കും. ആദ്യം ഒറ്റയ്ക്കിരുന്ന് കളിക്കും, പിന്നെ മറ്റൊരു കുട്ടിയോടൊപ്പം ഇരുന്ന് കളിക്കാൻ നമ്മൾ പാരലൽ പ്ലേ എന്ന് പറയും. പക്ഷേ 2 പേരും വ്യത്യസ്തമായ കളികൾ കളിക്കും, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യത്തില്ല. മനസ്സിലായി? അതിനുശേഷമാണ് ഇൻട്രാക്റ്റീവ് മോഡിലുള്ള പ്ലേ തുടങ്ങുന്നത്. അപ്പം ഓരോ പ്രായത്തിലും കളിക്കുന്നതും വ്യത്യസ്തമാണ്. പിന്നെ അടുത്ത ഡെവലപ്മെൻറ്റ് വരുന്നത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ, അതായത് ഫീഡിങ് ആവാം, ഡ്രസ്സിങ് ആവാം, ബ്രഷിങ് ആവാം, ഗ്രൂമിങ് ആവാം, ബേത്തിങ് ആവാം. ഇതെല്ലാം ചെയ്യുന്നതിനുള്ള ഇൻഡിപെൻഡൻസ് ഓരോ പ്രായത്തിലും. മനസ്സിലായില്ല? ഇപ്പം 5 മാസം 4 മാസമുള്ളൊരു കുട്ടി 5 മാസമുള്ളൊരു കുട്ടിയായാലും ഫീഡിങ് ബോട്ടിൽ തന്നെ പിടിച്ച് കുടിച്ചു തുടങ്ങും.
മനസ്സിലായി. 1 വയസ്സുള്ളൊരു കുട്ടി ഒരു ഗ്ലാസ് തന്നെ പിടിച്ച് വെള്ളം കുടിക്കും, അതെ മനസ്സിലായല്ലേ? അപ്പം 1 വയസ്സുള്ളൊരു കുട്ടി ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് പിടിച്ച് തന്നെ കഴിക്കും. പക്ഷേ ഫുഡ് മിക്സ് ചെയ്ത് കഴിക്കണമെന്ന് 2 വയസ്സ് കഴിയണം, അല്ലേ? അപ്പം ഈ ഭക്ഷണം കഴിക്കുന്നതിനും അതെ മിക്സ് ചെയ്യുന്നു. ഇതിൽ ഓരോ ഈ പറഞ്ഞ സമസ്ത മേഖലകളും നമ്മൾ പരിശോധിച്ചറിയുന്നതിനാണ് നമ്മൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ് എന്ന് പറയും, അല്ലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് എന്ന് പറയും. ഇത് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി പ്രൊഫഷണൽസ്, എല്ലാ ഡിസിപ്ലിൻസിലുള്ള പ്രൊഫഷണൽസും വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു ചൈൽഡ് ഡെവലപ്മെൻറ്റൽ ക്ലിനിക്കിലോ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലോ പോയാലേ ഈ സ്ക്രീനിങ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളല്ല ഇത് ചെയ്യുന്നത്, അതെ, ഇതിനൊരു ടീമുണ്ട്. അതെ, ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ്. പിന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാവും, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാവും. 3-4 വയസ്സായ കുട്ടികളാണെങ്കിൽ എഡ്യൂക്കേഷൻ, പെൻസിൽ ഗ്രാസ്പ്, അങ്ങനെ ബേസിക് കാര്യങ്ങളുണ്ട്. ഡെവലപ്മെൻറ്റൽ എഡ്യൂക്കേറ്റർ ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, പീഡിയാട്രീഷ്യൻ ഉണ്ടാവും. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ശരിക്കും കുഞ്ഞിൻ്റെ നീഡ്സ് അസസ് ചെയ്ത് ഒരു 3 to 4 hours മിനിമം എടുക്കും ഇത് ചെയ്യാൻ, അസസ്മെന്റ് ചെയ്യാൻ. എന്നിട്ടാണ് നമ്മൾ കുട്ടി സേഫ് ആണോ, ഡെവലപ്മെന്റൽ നീഡ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ്, ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഈ റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 വയസ്സായ കുട്ടി ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നില്ല, വെർബലി പറഞ്ഞു തുടങ്ങുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം നടക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന കാര്യത്തിലാണ് നമുക്ക് 1 വയസ്സായിട്ടും കുഞ്ഞ് നടക്കാൻ തുടങ്ങിയില്ല, 5-ാം മാസമായിട്ടും കഴുത്തുറച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ, മനസ്സിലായല്ലേ? കുഞ്ഞ് 2 വയസ്സായി, 2 വയസ്സിൻ്റെ ശാരീരികമായിട്ടുള്ള വളർച്ചയും തൂക്കവും പൊക്കമൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ, നടക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഇരിക്കാൻ തുടങ്ങി, അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. കുഞ്ഞിന് ബുദ്ധിവികാസം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചറിയണം, മനസ്സിലായല്ലേ? സംസാരശേഷി ഉണ്ടോ എന്ന് പരിശോധിച്ചറിയാം. അപ്പം ഈ 2 വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയൊരു റെഡ് ഫ്ലാഗാണ്. അതുപോലെ ഈ 1.5 വയസ്സ് കഴിഞ്ഞിട്ടും കുഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പേര് വിളിച്ചാൽ നോക്കുന്നില്ല, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതുപോലെ നെയിം കോൾ റെസ്പോൺസ് ഉണ്ടോ, പേര് വിളിച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ടോ, മനസ്സിലായല്ലേ? മറ്റാളുകളുമായിട്ട് ഇടപെടാനും നമ്മൾ പോയിന്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിക്കാൻ, പൂച്ചയെ കണ്ടോ, ആനയെ കണ്ടോ, അത് ആരാ അങ്കിള് വരുന്ന കണ്ടോ, നോക്കിയേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുന്നുണ്ടോ, അതോ കുഞ്ഞ് സ്വന്തം ലോകത്ത് പോയിരിക്കുകയാണോ, ശ്രദ്ധിക്കാത്ത പോലെ പെരുമാറുകയാണോ, ഇതെല്ലാം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 2 വയസ്സിലാണോ നമുക്കിത് ഏതാണ്ട് മനസ്സിലായി തുടങ്ങുക? അല്ല, കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സ് നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് സ്ക്രീൻ ചെയ്യാം. നമുക്ക് എപ്പോൾ സംശയം തോന്നിയാലും നമുക്ക് സ്ക്രീനിങ്ങിന് വിധേയമാക്കാം. പക്ഷെ 2 വയസ്സായിട്ടും കുഞ്ഞ് ആവശ്യങ്ങൾ വെർബലി പറഞ്ഞു തുടങ്ങുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കണം, ഇത് ഓട്ടിസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കുഞ്ഞിനുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചറിയണം. അതുപോലെ 1 വയസ്സിൽ ഒരു കുഞ്ഞ് 4 മുതൽ 10 വാക്കുകൾ വരെ പറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 1 വയസ്സായിട്ട് ഒന്നും പറയുന്നില്ല, അതും ഒരു പ്രശ്നമാണ്. അപ്പോഴേ നമ്മൾ നോട്ടീസ് ചെയ്ത് തുടങ്ങാം, സ്റ്റിമുലേഷൻ്റെ കുഴപ്പമാണോ, വീട്ടിൽ സംസാരിക്കാൻ ആരും ഇല്ലേ, അതുകൊണ്ടായിരിക്കാം. ഒരു 2 years വരെ ആയിട്ടും ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഒബ്സർവേഷൻ ടൈം നോക്കി 2 years ആയിട്ടും നീഡ്സ് പറയുന്നില്ല, ഒറ്റവാക്കി പോലും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്, ആ ഏജിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഈസിയാണ്. ആ കുഞ്ഞ് ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്താവുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ഈസി ആയിട്ട് നമുക്ക് ആ കുഞ്ഞിൻ്റെ, കാരണം അതിൻ്റെ മൈൽ സ്റ്റോൺ കുറവാണ്. 2 വയസ്സ് വരെയുള്ള മൈൽ സ്റ്റോൺ അത് കവർ ചെയ്താൽ മതി. പക്ഷേ 3 വയസ്സാകുമ്പോഴോ 1 വയസ്സിൻ്റെ കവർ ചെയ്യണം, 2 വയസ്സിൻ്റെ കവർ ചെയ്യണം. 4 വയസ്സായ ഒരു കുഞ്ഞ് ഒറ്റ വാക്കിൽ സംസാരിക്കുന്നില്ലെങ്കിൽ ആ കുഞ്ഞ് 3 വർഷം കമ്മ്യൂണിക്കേഷന് പുറകോട്ടാണ്. പക്ഷേ 4 വയസ്സായ ഒരു കുഞ്ഞ് 2 വാക്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ 2 വർഷം കവർ ചെയ്താൽ മതി. അപ്പം ഈ ഒരു ഗ്യാപ്പ് ഈസി ആയിട്ട് കവർ ചെയ്യാന്നുള്ളതാണ്. ആ ബ്രിഡ്ജ് ചെയ്യുക, ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററിയിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനുള്ള സപ്പോർട്ടീവ് പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഏർലിയർ ദ ബെറ്റർ. ഓക്കെ. അപ്പോൾ ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞിന് ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു സീക്ക് ഹെൽപ്പ്, അല്ലേ? അത് അമ്മ സംസാരിക്കുമ്പോൾ കണ്ണിൽ എപ്പോഴും നോക്കുന്നുണ്ടോ, പേരെപ്പോൾ വിളിച്ചാലും നോക്കുന്നുണ്ടോ, അതുപോലെ കമാൻഡ്സ് കൊടുക്കുമ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടോ. കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ, മോനെ അതെടുത്തിട്ട് വന്നേ, ഡോർ അടച്ചേ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞ പേരൻറ്റിങ് എന്ന് പറയുന്നൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് ഓരോ ദിവസവും 4 വയസ്സ് വരെ ക്രൂഷ്യലാണ്, അത് കഴിഞ്ഞും ക്രൂഷ്യലാണ്. പക്ഷെ അതുവരെയാണ് മാക്സിമം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒരു മൈൽ സ്റ്റോൺ ലെവലിൽ എല്ലാ രക്ഷകർത്താക്കൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊന്ന് നോക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഈ ഓട്ടിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടിസത്തെ കുറിച്ച് അത്ര അറിയാത്ത ആളുകൾ അത് കേൾക്കുമ്പോൾ ഓക്കെ, കുട്ടികൾക്ക് വരുന്ന ഒരു പ്രശ്നം, അവർ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കുട്ടികളെക്കാൾ കുറച്ച് സ്ലോ ആയിരിക്കും എന്നാണ് നമ്മളൊരു ഒറ്റ വാക്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക. ശരിക്കും ഓട്ടിസ്റ്റിക് കിഡ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ്? ഓട്ടിസ്റ്റിക് കിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്,
അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ആവശ്യങ്ങൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കത്തില്ല. ഓക്കെ. 2, അതുപോലെ തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷനോടുള്ള പ്രതികരണവും കുറവായിരിക്കും. നമ്മൾ അവരോട് സംസാരിക്കുമ്പം ശ്രദ്ധിക്കാത്ത പോലെ പെരുമാറും. അതുപോലെ തന്നെ നമ്മൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ നോക്കത്തില്ല. നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഒരു ഓട്ടിസം ഉള്ളൊരു കുഞ്ഞിനെ നമ്മൾ തിരിച്ചറിയുന്ന ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും, ആളുകളുമായിട്ട് ഇടപെടാനുള്ള കഴിവ് കുറവായിരിക്കും. 3, ഈ പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റം, സോഷ്യൽ ബിഹേവിയർ വളരെ കുറച്ച് വ്യത്യാസമായിരിക്കും. മറ്റു കുഞ്ഞുങ്ങളെ പോലെ കൂട്ടുകൂടി കളിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ടോയ്സ് ഒക്കെ വെച്ച് ഒരു ഇമാജിനേഷൻ ഉപയോഗിച്ച് കളിക്കാനൊന്നും ഒരു കൂട്ടാക്കത്തില്ല. അവർക്ക് ഒരുപാട് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും താല്പര്യം. കൈ കൊണ്ട് ഫ്ലാപ്പ് ചെയ്യുക, മനസ്സിലായല്ലേ, വിരൽ മുഷ്ടി പ്രത്യേക രീതിയിൽ പിടിക്കുക, അതുപോലെ വിരൽ നോക്കുക, കണ്ണിങ്ങനെ സൈഡിലേക്ക് നോക്കുക, അങ്ങനെയുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള ചില ചേഷ്ടകൾ അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയേഴ്സ് എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് അവരെ അതെ. ഇതിപ്പോ ഡോക്ടർ ഇപ്പൊ ഈ ആദ്യം പറഞ്ഞ സിംറ്റംസ് കേട്ടപ്പോഴേ അത് കേട്ടപ്പോ നമ്മള് സാധാരണ പാരന്റ്സ് നമ്മൾ കുട്ടികളോട് പറയണത് ഒരു അനുസരണയില്ല, ചൊല്ലുവിളിയില്ല എന്ന് പറയുന്നത് കാരണവന്മാരെ വിളിച്ചിട്ട് നോക്കില്ല. അതുപോലെ നിന്നോടല്ലേ ഞാൻ സംസാരിക്കുന്ന, കണ്ണി നോക്കി സംസാരിച്ചുകൂടെ നമുക്ക് കുഞ്ഞിനോട് ചോദിക്കും. അതുപോലെ ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. നമ്മള് ഇതെന്തത് ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല. അതുപോലെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറയുമ്പോൾ ഇൻട്രോവേർട്ട് ആണ് എന്ന് പറയും ഇപ്പൊ നമ്മള്, അത്ര സോഷ്യലായി. അപ്പൊ അതെങ്ങനെയാ അത്ര മൈന്യൂട്ടായിട്ട് നമ്മൾ നോക്കണ്ടേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. മറ്റേ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് അനുസരണക്കേടാണ്. അവന് പറഞ്ഞത് മനസ്സിലായി, ബോധപൂർവ്വം അനുസരിക്കാത്തതാണെന്ന് പറഞ്ഞില്ലേ. നമ്മള് കുഞ്ഞിനെ വിളിക്കുമ്പോ കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് വിളിച്ചാൽ കേൾക്കില്ല, അനുസരണയില്ല എന്നാണല്ലോ പറയാ. ഇത് അനുസരണക്കേടെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. കുഞ്ഞ് നമ്മൾ പേര് വിളിച്ചിട്ടും കുഞ്ഞിന്റെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആയിട്ടില്ല. കുഞ്ഞത് ശരിക്കും കേട്ടെങ്കിലും അവൻ്റെ ബ്രെയിനിൽ അത് ശരിയായിട്ട് പ്രോസസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. മറ്റത് ബിഹേവിയർ ആണ്. അത് കുട്ടി കേട്ടു, അമ്മ പറയുന്ന കാര്യങ്ങൾ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൻ നെഗ്ലക്ട് ചെയ്യുന്നു. പക്ഷെ ഇതങ്ങനല്ല, കുട്ടിക്ക് ഇത് രജിസ്റ്റർ ആവുന്നില്ല. ഓക്കെ. അപ്പൊ ഈ സിംറ്റംസിന്റെ കൂടി ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ലൈനപ്പ് ഓഫ് ടോയ്സ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് മൈന്യൂട്ട് കാര്യങ്ങളുണ്ടല്ലോ, ഇത് രണ്ടും കൂടെ വന്നാൽ ഹി ഓർ ഷീ ക്യാൻ ബി ഓട്ടിസ്റ്റിക് എന്ന് മനസ്സിലായി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ അവൻ കുട്ടിയുടെ ഒരു 2 വയസ്സായിട്ടും അല്ലെങ്കിൽ 3 വയസ്സുള്ളൊരു കുട്ടി 2 വയസ്സായിട്ടും അല്ലെങ്കിൽ 3 വയസ്സായിട്ടും ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നില്ല. നമ്മൾ അങ്ങോട്ട് പറയുന്നതും മനസ്സിലായല്ലേ, പറയാതെ നമ്മുടെ കയ്യെ വലിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. വെള്ളം വേണമെങ്കിൽ കയ്യെ വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകും, വെള്ളം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്യത്തുമില്ല. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന കുറവായിരിക്കും, മനസ്സിലായല്ലേ. അവർ നമ്മുടെ കയ്യെ പുള്ളി ചെയ്തോണ്ട് പോകും. ചില കുട്ടികളാണെന്ന് കരയും, കൂടുതലും കയ്യെ വലിച്ചോണ്ട് പോവുക ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് പറയുന്ന നിർദ്ദേശങ്ങളും പേര് വിളിച്ചു കഴിഞ്ഞാൽ നോക്കത്തില്ല, മനസ്സിലായല്ലേ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാത്ത പോലെ മനസ്സിലാകാത്ത പോലെ പെരുമാറും. ശരിക്കും പറഞ്ഞാൽ അവർ ബോധപൂർവ്വം അങ്ങനെ പെരുമാറുന്നതാണെന്ന് പറയാൻ പറ്റില്ല. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പകുതിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവരവരുടെ ഒരു ലോകത്താണ്, അങ്ങനെയുള്ളതുപോലെയാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. 2, ഈ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുമോ അല്ലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ട് കിട്ടത്തില്ല. ആളുകളുമായിട്ട് ഇടപെടുന്നത് കുറവായിരിക്കും. നമ്മളോട് മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും കളിക്കാനും താല്പര്യം പ്രകടിപ്പിക്കത്തില്ല. അതുപോലെ മറ്റുള്ളവരോട് സ്നേഹം, അഫെക്ഷനൊക്കെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവർക്കറിയത്തില്ല. അവർ ഒറ്റയ്ക്ക് തനിയെ പോയിരിക്കുന്ന കാണാം, മനസ്സിലായല്ലേ. അവരുടെ ഒരു ലോകത്ത് ചുറ്റുപാടും നടക്കുന്ന സറൗണ്ടിങ്സുമായിട്ട് അവർക്കൊരു ബന്ധമില്ല. കളിപ്പാട്ടം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിപ്പോൾ ഒരു ഡോളിനെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുടി ചെയ്യി കൊടുക്കും, മനസ്സിലായല്ലേ. അതിനെ ഫീഡ് ചെയ്യിക്കും, കുളിപ്പിക്കും. ഇവർ ചെയ്യുന്നത് ഈ ഡോള് കൊണ്ടുവന്ന് ഒരിടത്ത് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കും. അല്ലെ കിട്ടുന്ന കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ വരിയായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നതാണ്. അതെ അതെ. വണ്ടി ഇപ്പം മൊബൈൽ ടോയ്സ് വണ്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉരുട്ടി കളിക്കും. 2 വയസ്സുകാരാണ് 1.5 വയസ്സുകാരനാണെങ്കിൽ ഉരുട്ടി കളിക്കും. ഇദ്ദേഹം നേരെ തിരിച്ചിട്ടിട്ട് വീല് കറക്കി ഇങ്ങനെ കറങ്ങുന്നത് നമ്മളുടെ ഒരു ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ടല്ല അവർ കളിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ട് സാമൂഹികമായിട്ട് സോഷ്യലി അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. മറ്റുള്ളവരെ കണ്ട് മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് ഫോൺ വിളിക്കുന്നു, വണ്ടി ഉരുട്ടി കളിക്കുന്നു. അങ്ങനെ മുതിർന്നവർ ചെയ്യുന്ന കണ്ട് അനുകരിച്ച് കളിക്കാനുള്ളൊരു കഴിവ് അവർക്കില്ല. അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ ശൈലിയിൽ ഇമാജിനേഷൻ ഉപയോഗിക്കാതാണ് കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളും ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുഞ്ഞിനൊരു പ്രോപ്പർ ഒരു അസസ്മെൻറ്റ് ചെയ്യണം. കുഞ്ഞിനെന്തോ ഒരു ഡെവലപ്മെൻ്റൽ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണെന്നുള്ളത്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് മെയിൻ സ്ട്രീമിംഗ് ആണ്. അങ്ങനെ ഇതൊരു 2 ഫേസിലത് കിടക്കുന്നത്. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ മെയിൻ സ്ട്രീം സ്കൂളിൽ എത്തിയാലേ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ.
കാരണം ആ ഒരു കുട്ടികളുടെ ബിഹേവിയർ കണ്ടിട്ടാണ് അവർ കോപ്പി ചെയ്യുന്നതും. ഇപ്പം കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ പോകുന്ന സ്കൂളുകൾ മറ്റു കുട്ടികൾ ഒത്തിരി ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരിവർക്ക് ചെറിയ ഹെൽപ്പ് ചെയ്തു, ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, ഭയങ്കര സപ്പോർട്ടീവാണ്. അവരുടെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ മിക്ക കുട്ടികളും വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ പേരൻറ്റും കൂടെ ആ ഒരു അവയർനെസ് ഉണ്ടായി അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുവാണെങ്കിൽ ഒത്തിരി അക്സെപ്റ്റ് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ഇന്നത്തെ ഈ ഒരു എവല്യൂഷൻ്റെ പാർട്ടായിരിക്കാം, ഇതൊരു കോമൺ ആയിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ. വാട്ട് ഈസ് ദ സയൻസ് ബിഹൈൻഡ് അവരുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് ഈ ഓട്ടിസ്റ്റിക് ഒരു കിഡിൻ്റെ ഉള്ളിൽ? ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ വർത്തമാനം പറയാതിരിക്കുമ്പം പൊതുവെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു ഭാഷ പഠിക്കുന്നില്ല, ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, അല്ലെ അവർ ശരിക്കും കേൾക്കുന്നില്ല. അതെ അതെ, സംസാരിക്കാത്ത നമ്മൾ പറയുന്ന കേൾക്കാത്തതുകൊണ്ടായിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. പല പേരൻസ് പലരും ഈ ഹിയറിങ്ങിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുമുണ്ട്. അപ്പോൾ അവരുടെ നോർമലായിട്ടുള്ള ഹിയറിങ്ങാണ്, പക്ഷേ കുഞ്ഞ് പറയുമ്പോൾ കേൾക്കത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അവന് ഇഷ്ടമുള്ള ചില പരസ്യങ്ങളൊക്കെ TV വരുമ്പോൾ ഓടി വന്ന് കണ്ടിട്ട് വീണ്ടും പോകുന്നതാണ്. അപ്പോൾ കുഴപ്പമില്ല, മനസ്സിലായില്ല. അപ്പം പക്ഷേ അവന് നമ്മൾ സംസാരിക്കുന്ന സംസാര ഭാഷ ശ്രദ്ധിക്കുന്നോ അല്ലെങ്കിൽ തിരിച്ചു പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകമായിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ കാണിക്കുന്നു. ശരിക്കും ഒരു ഓട്ടിസം ഉള്ളൊരു കുഞ്ഞ് ഫേസ് ചെയ്യുന്ന അവൻ്റെ ബ്രെയിനിൽ അവൻ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള സെൻസറി പ്രോസസ്സിങ് ഇല്ല എന്ന് പറയും. മനസ്സിലായില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെൻസറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സെൻസസ്, നമ്മുടെ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം, ഈ 5 ഇന്ദ്രിയങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് കൂടാതെ നമുക്ക് 2 ഹിഡൻ സെൻസസ് കൂടെ ഉണ്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് വെസ്റ്റിബുലാർ, 2 പ്രോപ്രിയോസെപ്റ്റീവ്. പ്രോപ്രിയോസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ണടച്ചിട്ട് നമ്മുടെ വിരലുകൾ നിവർത്തിയാലും മടക്കിയാലും, മനസ്സിലായല്ലേ, കൈമുട്ട് മടക്കിയാലും ഒക്കെ നമ്മുടെ ബ്രെയിൻ അറിയാൻ പറ്റും. പക്ഷെ അത് കാഴ്ചയിലൂടെ, മണത്തിലൂടെ, രുചിയിലൂടെ അല്ല, അല്ല കേൾവിയിലൂടെ അല്ല. നമ്മുടെ ഓരോ ജോയിൻസും റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ആ ഓരോ ജോയിൻസും ചലിക്കുന്നത് നമ്മുടെ മുട്ടയിൽ നമ്മൾ എത്രമാത്രം പ്രഷർ കൊടുക്കണമെന്നുള്ളത് നമുക്ക് ഈ റിസപ്റ്റേഴ്സ് ശരിയായിട്ട് ഫംഗ്ഷൻ, അല്ലെങ്കിൽ മുട്ട നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോവും. അത് പ്രോപ്രിയോസെപ്റ്റീവ് സെൻസ്. വെസ്റ്റിബുലാർ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്കകത്തിലുള്ള നമ്മുടെ ഇന്നർ ഇയറിൽ ഉള്ള സെമി സർക്കുലർ കനാൽസിലാണ് ഈ വെസ്റ്റിബുലാർ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹെഡിൻ്റെ പൊസിഷൻസ് ലെഫ്റ്റിലേക്ക് പോയാലോ റൈറ്റിലേക്ക് പോയാലോ മുമ്പിലേക്ക് പോയാലോ ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യും നമ്മുടെ ബ്രെയിൻ. മനസ്സിലായല്ലോ. നമ്മളിപ്പം തെന്നിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ രാത്രി ഇരുട്ടത്തിറങ്ങിയാലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബോഡി അലൈൻ ചെയ്യും. നമ്മളൊരു ബോട്ടിനകത്ത് നിന്ന് യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി, ഈവൻ ഒരു മെട്രോയിൽ യാത്ര ചെയ്യുമ്പോഴായാലും നിർത്തുമ്പോഴും വീണ്ടും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഈവൻ ഇരുട്ടത്താണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ വെസ്റ്റിബുലാർ പ്രോപ്രിയോസെപ്റ്റീവ് സെൻസറി റിസപ്റ്റേഴ്സ് ഒക്കെ കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് തന്നെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന, മനസ്സിലായല്ലോ. കുഞ്ഞ് വയറ്റിലായിരിക്കുന്ന സമയത്തും കുഞ്ഞിന് ഈ സെൻസസ് ഉണ്ട്, സെൻസറി പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. പക്ഷേ കാഴ്ചയോ കേൾവിയോ മണമോ രുചിയോ ഒന്നും അത്ര അറിയാനുള്ളൊരു അവസരം കിട്ടുന്നില്ല, പുറത്തേക്ക് വന്നില്ലല്ലോ. പക്ഷെ ആ സമയത്തും ഈ ഹിഡൻ സെൻസസ്, നമ്മൾ പ്രൈമറി സെൻസസ് എന്നൊക്കെ പറയും, ഈ വെസ്റ്റിബുലാർ ആൻഡ് പ്രോപ്രിയോസെപ്റ്റീവ് സെൻസസ് അപ്പോഴും ഉണ്ട്. മനസ്സിലായി. കുഞ്ഞ് കാര്യം വയറ്റിൽ വെച്ച് മൂവ്മെന്റ്സ് മാത്രമല്ലേ ഉള്ളൂ, കൂടുതലും കുഞ്ഞ് തിരിച്ചറിയാം. അപ്പോൾ ഈ 7 സെൻസസിനെ പറ്റി ഞാൻ പറഞ്ഞു, അതായത് കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം, വെസ്റ്റിബുലർ ആൻഡ് പ്രോപ്രിയോസെപ്റ്റീവ്. അപ്പം ഈ സെൻസറി റിസപ്റ്റേഴ്സ്, നമ്മുടെ ചെവി എന്ന് പറയുന്ന ഒരു റിസപ്റ്ററാണ്, മനസ്സിലായല്ലേ. ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, ചെവിയിൽ ശബ്ദങ്ങൾ മാത്രമേ വീഴുന്നുള്ളൂ. ഈ ശബ്ദങ്ങളുടെ സിഗ്നലുകൾ ബ്രെയിനിലോട്ട് പോകുമ്പോഴാണ് എന്താണ് കേട്ടതെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നു, അല്ലേ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, രുചിക്കുന്നുണ്ട്, മണക്കുന്നുണ്ട്. ഇത് ഈ റിസപ്റ്റേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് തമ്മിലുള്ളൊരു പ്രോസസ്സിങ്, അതായത് ഇപ്പം റയാൻ എന്ന് പറഞ്ഞ കുഞ്ഞിനെ, 2 വയസ്സുള്ള ഓട്ടിസം ഉള്ളൊരു കുഞ്ഞിനെ അമ്മ 10 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ അവൻ നോക്കുന്നത്, 11ാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ റയാൻ്റെ അമ്മ വിചാരിക്കുന്നത് അവൻ കേൾക്കുന്നില്ല, അവൻ കേൾക്കുന്നുണ്ട് പക്ഷെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. മനസ്സിലായല്ലേ. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് പോലെ, അതായത് എന്നെയാണ് വിളിക്കുന്നതെന്ന് ബ്രെയിന് ആ കോൺവെർസേഷൻ നടക്കുന്നില്ല. നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ദേഹത്ത് നമ്മൾ സ്പർശിക്കുന്നു, മനസ്സിലായല്ലേ, അല്ലെ ഒരു ഉറുമ്പ് എഴഞ്ഞു പോകും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, മനസ്സിലായല്ലേ. പക്ഷേ നമ്മൾ തിരക്കുള്ളൊരു ബസ്സിലാണ് നിൽക്കുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല, മനസ്സിലായി, നമ്മുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആയിട്ടില്ല. ഓക്കെ, മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാനിപ്പം താങ്കളോട് ഇപ്പോൾ സംസാരിക്കുകയാണ്, പക്ഷേ താങ്കൾക്ക് എന്നെ കാണാനും ഞാൻ പറയുന്നത് കേൾക്കാനും, മനസ്സിലായല്ലേ, അത് മനസ്സിലാക്കി തിരിച്ച് പ്രതികരിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമ്മളിത് ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും അവർക്ക് യഥാനുസരണം അത് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല.
മനസ്സിലായല്ലേ? അപ്പം നമ്മൾ റോഡിൽ നിൽക്കുന്നു, റോഡിൽ നിന്ന് ഒരു വണ്ടി വരികയാണ്, മനസ്സിലായല്ലേ? വണ്ടിയുടെ ശബ്ദം നമുക്ക് ഇടത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നെങ്കിൽ നമ്മൾ ഇടത്തെ സൈഡിലേക്കാണ്, അവിടെ നിന്നാണ് ശബ്ദം വരുന്നത്. വണ്ടിയുടെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, വണ്ടി കാണാൻ പറ്റും. അപ്പം തന്നെ ബ്രെയിനിലേക്ക് നമ്മുടെ കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും, മനസ്സിലായല്ലേ, നമ്മുടെ ആ വൈബ്രേഷൻ പോലും നമ്മുടെ ആ മെസ്സേജ് പോവുകയും ചെയ്യും. അതെന്താണെന്നുള്ളത്, ഒരു ത്രെട്ടാണെന്നുള്ളത് ബ്രെയിൻ ഉടനെ തന്നെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. ആ ത്രെട്ടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും, മനസ്സിലായല്ലോ, അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഡിലേഡാണ് ഈ കാര്യം. അതാണ് പല പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാലേ നോക്കത്തുള്ളൂ. ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും, അല്ലെന്നുണ്ടെങ്കിൽ മോനെ ഇവിടെ നോക്കിയേ ഇതാരാ പൂച്ചയെ കണ്ടോ നോക്കിയാലും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കത്തില്ല. അവർ പൂച്ചയുടെ പുറകിലുള്ള യെല്ലോ കളറിലുള്ള സ്ക്രീനിലേക്കായിരിക്കും അവർ നോക്കുന്നത്. മനസ്സിലായല്ലേ? അതായത് അതിനെ നമ്മൾ സെൻസറി മോഡുലേഷൻ എന്ന് പറയും. കാര്യം എല്ലാ സെൻസസും ഒരേ സമയത്താണ് ഈ റിസപ്റ്റേഴ്സിലൂടെ ബ്രെയിനിലേക്ക് പോകുന്നത്. നമ്മളിപ്പം CCTV ക്യാമറ നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ കണ്ണ് എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പം എന്നെ മാത്രമല്ല താങ്കൾ കാണുന്നത്, എൻ്റെ പുറകിലുള്ള ഈ ബ്ലാക്ക് സ്ക്രീനും കാണുന്നുണ്ട്, ഇല്ലേ? ഈ പുറകിലുള്ള ലൈറ്റും കാണുന്നുണ്ട്. അപ്പം എൻ്റെ മുഖത്തുനിന്ന് വരുന്ന ഈ പറയുന്ന പ്രകാശത്തിൻ്റെ ഈ ഫ്രീക്വൻസിയേക്കാൾ അല്ലെങ്കിൽ പ്രകാശത്തിനേക്കാൾ കൂടുതലാണ് ഈ ലൈറ്റിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ എന്നെ മാത്രമല്ല, എന്നോടൊപ്പം പുറകിലുള്ള സ്ക്രീനും ഈ പ്രകാശവും എല്ലാം ഒരേപോലെയാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ ബ്രെയിന് അറിയാം ഏതൊക്കെ ഇതെങ്ങനെ ഫിൽട്ടർ ചെയ്യണമെന്ന്, ആവശ്യമുള്ള സെൻസറി സ്റ്റിമുലസ് ഏതൊക്കെയാണ്, ആവശ്യമില്ലാത്ത ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം അത് ഈ പറയുന്ന ഫിൽട്ടർ ചെയ്താണ് എടുക്കുന്നത്. ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഇൻഹിബിറ്റ് ചെയ്യാനും, അതായത് തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും നമ്മുടെ ബ്രെയിനിന് കഴിയുന്നുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യാൻ. അതെ. അപ്പം ഈ ഫിൽട്ടറിങ് പ്രോപ്പറായിട്ട് നടന്നില്ല, എന്നാ സംഭവിക്കുന്നത്? എന്നോട് സംസാരിക്കുമ്പോൾ എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, നേരെ ഈ ലൈറ്റിലേക്ക് പോകും, മനസ്സിലായല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ചെടിയിലേക്കായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ വൈറ്റിലെ സിഗ്നലിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടപ്പള്ളി സിഗ്നലിലോ ഒരു വണ്ടി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലായി? ഒരാളെന്നെ വിളിക്കുന്നു, പക്ഷേ എനിക്ക് ഈ അയാൾ വിളിക്കുന്ന ശബ്ദത്തോടൊപ്പം അപ്പുറത്തെ ഫാനിന്റെ ശബ്ദവും കേൾക്കാം, ഇപ്പുറത്തെ ഓട്ടോറിക്ഷയുടെ ശബ്ദവും, എല്ലാത്തിനും ഒരേപോലെയാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബ്രെയിനിലെ ഈ സെൻസറി ഇൻപുട്ട് അല്ലെ സെൻസറി സ്റ്റിമുലസ് കിട്ടുന്നത് ശരിയായിട്ട് ഫിൽട്ടർ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. നമ്മൾ വിളിച്ചാലോ സംസാരിച്ചാലോ നമ്മൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താൽ അതിനോട് യഥാനുസരണം പ്രതികരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയും. ഈ സെൻസറി പ്രോസസ്സിങ്ങിലാണ് അവർക്ക് ശരിയായിട്ട് അവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന് അടുത്ത് കൊണ്ടുപോയി സംസാരിക്കാനുള്ള പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അത് മാറണമെന്നില്ല. അണ്ടർലൈൻ കോസ് എന്താണെന്നുള്ളത് കണ്ടെത്തി അതിന് പരിഹാരം കൊടുത്താലേ. കാര്യം കുഞ്ഞ് ശ്രദ്ധിക്കുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല, പ്രതികരിക്കുന്നുമില്ല. നമ്മൾ സംസാരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ സെൻറ്ററിൽ നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് ഒക്യുപേഷണൽ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് ചെയ്യുന്നത് സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി എന്ന് പറയും. അപ്പം ഡോക്ടർ ഇത് US നിന്ന് സർട്ടിഫൈഡ് ആണ്. അപ്പം അത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 42 ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 months ഇൻ്റർവെൻഷൻ കഴിയുമ്പോൾ തന്നെ കുട്ടികൾ പേര് വിളിച്ചാൽ നോക്കാൻ തുടങ്ങും. അത് നമുക്കപ്പോൾ ആ ചേഞ്ച് പേരൻസ് പറയാറുണ്ട്, അയ്യോ കണ്ണി നോക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അത് നമ്മൾ ഈ എല്ലാ ട്രീറ്റ്മെൻറ്റ്സൂടെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അല്ലാതെ അതുകൊണ്ടാണ് പല പേരൻസിനും ഒരു വലിയ അബദ്ധം പറ്റുന്നത്, സംസാരിക്കാതിരിക്കുമ്പോൾ സ്പീച്ച് തെറാപ്പി കൊടുക്കും. സ്പീച്ച് തെറാപ്പിസ്റ്റ് നിങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ കുട്ടിയോട് സംസാരിക്കുന്നതേ ഉള്ളൂ. ന്യൂറോളജിക്കൽ ചേഞ്ചസ് വരണമെങ്കിൽ കോമ്പിനേഷൻ ഓഫ് തെറാപ്പീസാണ് എപ്പോഴും കൊടുക്കുന്നത്. പീഡിയാട്രിക്സിൽ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളുടെ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ കഴിയുന്ന നല്ല, കാരണം ആ നിങ്ങൾക്ക് എടുക്കുന്ന പ്രൊഫഷണലിൻ്റെ കഴിവാണ്, അവരുടെ സ്കില്ലാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മാറ്റം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായിട്ട് പെരുമാറുമ്പം ചെവി പൊത്തിപ്പിടിക്കുന്നു, കൈയിട്ട് കുടയുന്നു, ഭയങ്കര അസ്വസ്ഥനാവുന്നു, അടങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇവൻ്റെ പെരുമാറ്റം ശരിയല്ല, അപ്പോൾ പിന്നെ സ്വഭാവ രൂപവൽക്കരണം അല്ലെന്നുണ്ടെങ്കിൽ ബിഹേവിയർ തെറാപ്പി കുഞ്ഞ് ശരിയായിട്ട് പെരുമാറുന്നില്ല, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, ഒരുപാട് ചേഷ്ടകൾ കാണിക്കുന്നു, അടങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇവൻ്റെ പെരുമാറ്റം ശരിയല്ലെന്ന് കൊണ്ടുപോയി നേരെ ബിഹേവിയർ തെറാപ്പിക്ക് കൊടുക്കും. അപ്പോൾ ശരിക്കും അണ്ടർലൈൻ കോസ്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്, അല്ലേ? ശരിക്കും റൂട്ട് കോസ് വന്നിരിക്കുന്നത് അവന് അസ്വസ്ഥനാണ്, നമ്മുടെ ശബ്ദം അവന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ അസ്വസ്ഥനാവുന്നു, ചെവിയിൽ വിരലിടുന്നു, മനസ്സിലായല്ലേ? ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നു. അപ്പോൾ ഒരിടത്ത് ശാന്തനായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആക്ച്വലി അയാൾക്ക് എന്താ പറയുന്നത്, അയാളുടെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആവുന്നില്ല. നമ്മൾ എത്ര മൂവ്മെന്റ്സ് നമ്മൾ എത്ര മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടും അയാൾ ഉദ്ദേശിക്കുന്ന അത് അയാളുടെ ബിഹേവിയർ റെഗുലേറ്റ് ആവാനുള്ള മൂവ്മെൻറ്റ്സ് അയാൾക്ക് കിട്ടുന്നില്ല.
അപ്പം നമ്മൾ ആ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് വേണം ഇവരുടെ നെർവസ് സിസ്റ്റത്തിന് ഈ സെൻസറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ സെൻസറി റിസപ്റ്റേഴ്സിൽ കിട്ടുന്ന ഓരോ സെൻസസിനെയും ശരിയായി പ്രോസസ്സ് ചെയ്ത് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും സഹായിച്ചു കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ശാന്തനായിട്ട് ഇരിക്കാനും നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാനും നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാക്കാനും തിരിച്ചു പറയാൻ ശ്രമിക്കാനും കഴിയും. അപ്പൊ അവിടെയാണ് ഈ സ്പീച്ച് തെറാപ്പി അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പി അല്ലാണ്ട് ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഹെൽപ്പ് വരുന്നത് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ്, ഒരുപാട് ഏരിയാസിൽ അത് കവർ ചെയ്ത് അത് നോക്കി. അപ്പൊ ഈ സ്പീച്ച് തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ റൂട്ട് കോസിലൂടെ വർക്ക് ചെയ്തുകൊണ്ട് വേണം നമ്മൾ റൂട്ട് കോസിൽ ആദ്യം വർക്ക് ചെയ്യണം. അതുപോലെ കുഞ്ഞിന് സ്പെസിഫിക് ഗോൾസ് ഉണ്ടാവണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പേരൻറ്റിനെ കൂടിയിരുത്തി, കാരണം ഒരു പേരൻറ്റ് കുഞ്ഞിൻ്റെ കൂടെ 20 മണിക്കൂറോളം ഒരു ദിവസമുണ്ട്, 3 മണിക്കൂറായിരിക്കും തെറാപ്പിക്ക് പോകുന്നത്. അപ്പോൾ 20 hours ഉള്ളൊരു പേരൻ്റാണ് തെറാപ്പിസ്റ്റിനെ പോലെ ഒരു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും ഡെയിലി ലൈഫിൽ അത് ചെയ്യുന്നുണ്ടതും. അപ്പം ആദ്യം ഒരു അസസ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ ഗ്യാപ്പ് എത്രമാത്രം ഡെവലപ്മെൻ്റൽ ഗ്യാപ്പാണ് അതിനെ നമ്മൾ ഗോൾസായിട്ട് സെറ്റ് ചെയ്ത് പേരൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ മാസം നമ്മൾ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ജുവൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് പേരൻറ്റ് ജുവലിൽ ശരിക്കും ഗോൾ ഷീറ്റ് സൈൻ ചെയ്യും. മന്ത് എൻഡ് ആകുമ്പോൾ ഈ ഗോൾസ് അച്ചീവ് ചെയ്തെന്ന് പേരൻറ്റ് വീണ്ടും സൈൻ ചെയ്യും. എന്നിട്ട് വീട്ടിൽ ഡെയിലി ഇപ്പം സോർട്ടിങ് എന്ന് പറയുന്ന ഒരു ഗോളാണ്. കാര്യങ്ങൾ സോർട്ട് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കും, അത് സോർട്ട് ചെയ്യണം. ഹോസ്പിറ്റലിൽ നമ്മൾ സെൻറ്ററിൽ നമ്മൾ കൊടുക്കുമ്പം എല്ലാം ബട്ടൺസ് ആയിരിക്കും, ബ്ലൂ ബട്ടൺ, റെഡ് ബട്ടൺ, ഗ്രീൻ ബട്ടൺ. അപ്പോൾ ബ്ലൂ വീട്ടിൽ നമ്മൾ പറയും വെജിറ്റബിൾസ് മിക്സ് ചെയ്യാൻ പറയും. അപ്പം നമ്മളെപ്പോഴും റിയൽ ലൈഫ് ഒബ്ജക്ട്സിലാണ്, കാരണം ഒന്നാമത് ഇവർക്ക് കുറച്ച് സെൻസറി ടാക്ടൈൽ ഇഷ്യൂ, തൊടാനും ഒക്കെ മടിയുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ അലൈൻ ചെയ്യുന്ന ഗോൾസ് ആയിരിക്കും നമ്മൾ വീട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു കമ്പൈൻഡ് എഫേർട്ടാണ്. ഒരു തെറാപ്പി സെൻറ്ററിൽ കുട്ടിയെ കൊണ്ട് വിടുന്നതോടുകൂടി ഈ പ്രശ്നം തീരുന്നില്ല. വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങളും പേരൻറ്റ് ഈ തെറാപ്പി ടൈമിൽ തന്നെ സോൾവ് ചെയ്യാൻ പഠിക്കണം. അതിന് നല്ല പ്രൊഫഷണൽ ടീമിൻ്റെ ഹെൽപ്പ് വേണം, അവരുടെ എക്സ്പീരിയൻസ് വേണം. അപ്പം അവർ ആ കുട്ടിയിലെടുക്കുന്ന ഗോൾസ് കറക്റ്റായിരുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ സമയം പോയിക്കൊണ്ടിരിക്കും. തെറാപ്പിക്ക് ഞാൻ അവിടെ ഇവിടെയും വിട്ടു എന്ന് പറയുന്നതിലല്ല, കറക്റ്റ് ഗോൾസ് പ്ലാൻ ചെയ്ത് കുട്ടിയുടെ പ്രോഗ്രസ് എൻഷുർ ചെയ്തിട്ട് ഓരോ മാസം കുട്ടിയിൽ മാറ്റം ഉണ്ടാവണം. അങ്ങനെ വേണം. ജുവലിൽ നമ്മൾ ചെയ്യുന്നത് എവറി 3 months പേരൻറ്റ് ക്ലിനിക്കൽ മീറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാ തെറപ്പിസ്റ്റും കുട്ടിക്ക് എടുക്കുന്ന എല്ലാവരുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഈ ഗോൾസ് നമ്മൾ വെരിഫൈ ചെയ്യണം പ്രോപ്പറായിട്ടാണ്. അപ്പോൾ പേരൻറ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കും, പേരൻറ്റ് ഹാപ്പിയാണ്, നെക്സ്റ്റ് 3 monthsലേക്ക് മൂവ് ചെയ്യും, ചിലപ്പോൾ ഡിസ്ചാർജ് ആവും, ചിലപ്പോൾ സ്കൂളിലേക്ക് വിടും. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ജുവലിൽ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു മാക്സിമം തെറാപ്പിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ നമ്മൾ കുട്ടിയെ നോക്കിയായി സിറ്റിംഗ് ടോളറൻസ്, അറ്റൻഷൻ, സ്കൂൾ ബിഹേവിയേഴ്സ് ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് തന്നെ ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ബെൽ റിങ് ചെയ്യും, ക്ലാസ് റൂം ഉണ്ട് നമുക്ക് ടീച്ചേഴ്സ് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്ക് 1 hour നമ്മൾ സ്കൂളിൽ വിടും. അപ്പോൾ സ്കൂളിലെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കാൻ പറയും, റിപ്പോർട്ട് എടുക്കും. ആ പ്രശ്നം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഡീൽ ചെയ്യേണ്ടത് അത് ഡീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ വീണ്ടും പിന്നെ 2 hours, 3 hours, 4 hours, 1 day അങ്ങനെ തെറാപ്പി കുറച്ച് സ്കൂളിങ്. അപ്പോൾ ജുവലിൽ നമ്മൾ ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2.5 ലക്ഷം കുഞ്ഞുങ്ങളോളം നമ്മൾ മെയിൻ സ്ട്രീംഡ് ആയിട്ടുണ്ട് ഈ 18 വർഷത്തിനിടയ്ക്ക്. അപ്പം ഇത്രയും ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ എങ്ങനെയും അത് മെയിൻ സ്ട്രീമിൽ എത്തിക്കാൻ നമ്മൾ ട്രൈ ചെയ്യും. ഈസ് ദിസ് റിവേഴ്സിബിൾ? അതായത് ഒരു കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഹി ഓർ ഷീ ആർ ദേ ഗോണ ബി ഓട്ടിസ്റ്റിക് ഫോർ എവർ? അങ്ങനെയുണ്ടോ? ഓട്ടിസം എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. ഓക്കെ, അത് ഒരു ന്യൂറോളജിക്കൽ സിസ്റ്റത്തിലുള്ള കണ്ടീഷനാണ്. ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എത്രമാത്രം ഒരു മെയിൻ സ്ട്രീമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് വിത്ത് നോർമൽ. ഞാൻ ചോദിച്ചോട്ടെ, ഒരാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്, ഡെയിലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ഒരു ജനറ്റിക് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ജീൻസ് ഉണ്ടാവും, പക്ഷേ അയാൾ എല്ലാ കാര്യത്തിലും ഇൻഡിപെൻഡൻ്റ്. ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി കാനഡ ഹാസ് ഗോട്ട് ടാലൻറ്റിൽ, നോവ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടി ഫസ്റ്റ് കാനഡ ഹാസ് ഗോട്ട് ടാലൻറ്റിൽ ഈവൻറ്റിൽ വന്ന് കാനഡയിൽ അവൻ്റെ കഴിവെന്ന് പറയുന്നത് ഏത് ലോകത്തിലെ ഫ്ലാഗ് കാണിച്ചാലും പുള്ളി പറയും. നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു വാക്ക് പറയാത്ത കുഞ്ഞാണ്, സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും, നോവ ടൈജു എന്ന് പറഞ്ഞൊരു കുഞ്ഞാണ്. അപ്പോൾ ആ കുട്ടി വളരെ നന്നായി. അതിൽ ഈ കഴിഞ്ഞ വർഷം UK ഞങ്ങളുടെ 3-4 കുട്ടികൾ സ്കൂളിൽ ഗിഫ്റ്റഡ് ആൻഡ് ടാലൻറ്റ് വന്നു, ടോപ്പേഴ്സ് വരുന്നു. ഞങ്ങളുടെ ആദ്യമൊക്കെ പഠിച്ച കുട്ടികൾ ഇപ്പോൾ ഡിഗ്രി ആ ഒരു ലെവലിലേക്ക് എത്തി, അവർ മെയിൻ സ്ട്രീംഡായി. മേ ബി അവർക്ക് ചെറിയ മറ്റുള്ളവരെ പോലെ. അതിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി മാർക്ക് സ്റ്റീഫൻ ഷോർ എന്ന് പറഞ്ഞ്, പുള്ളി 4 വയസ്സ് വരെ നോൺ വെർബലായിരുന്നു. ഇപ്പോൾ US അഡൽഫി യൂണിവേഴ്സിറ്റിയിൽ പുള്ളി പ്രൊഫസറാണ്.
പുള്ളിയോട് ഞാൻ കഴിഞ്ഞ മാസം സംസാരിച്ചു. ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യും പുള്ളി വ്യത്യാസങ്ങൾ എന്താണ്. അപ്പോൾ പുള്ളിക്ക് എല്ലാവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. പിന്നെ അവർ വർത്താനമൊക്കെ പറയുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ഏബിൾഡ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസസ് നമ്മൾ നോക്കാതെ അവരെ നമ്മുടെ പാർട്ടായിട്ട് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പേരൻറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ്, ഒരു കുഞ്ഞിനെ മെയിൻ സ്ട്രീംഡ് ആക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓട്ടിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എവറി 3 months നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓട്ടിസത്തിൻ്റെ ഏറ്റവും വലിയ മെയിൻ സ്ട്രീമിങ് സക്സസ് എന്ന് പറയുന്നത് ഒന്ന് ഏജ്. 2 വയസ്സിലൊരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ ആ കുട്ടിയുടെ പ്രോഗ്രസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പം അത് നമുക്ക് ഒരിക്കലും 7 വയസ്സ് കഴിഞ്ഞ് കൊണ്ടുവരുന്ന ഒരു കുട്ടിയുടെ ഏജുമായിട്ട് പ്രോഗ്രസ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. 9 years ആണെങ്കിൽ വീണ്ടും നമ്മൾ ഓൾമോസ്റ്റ് 10 years വരെയാണ് ജുവലിൻ്റെ അഡ്മിഷൻ. 1 year to 10 years വരെയുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു ഏജിൽ പ്രോഗ്രസ് ഒരു 3 months ഇൻ്റർവെൻഷൻ കൊണ്ട് തന്നെ മിനിമം ഒരു 25 to 30-40% വരെ വ്യത്യാസം എല്ലാ കുട്ടികളിലും, മിക്ക കുട്ടികളിലും 3 മാസം കൊണ്ട് 3 months വരാറുണ്ട്. ചില കുട്ടികളിൽ ഇത് കൂടുതലായിരിക്കും, ചില കുട്ടികളിൽ 10% ആയിരിക്കാം. എഗെയിൻ സെൻസറി ഇഷ്യൂല് ഡോക്ടർ പറഞ്ഞ പോലെ 7 സെൻസിന് പ്രശ്നമുള്ള ഒരു കുട്ടി, രണ്ടാമത്തെ കുഞ്ഞിന് 1 സെൻസിൽ മാത്രമേ പ്രശ്നമുള്ളൂ. എങ്ങനെയാണ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നത്? മനസ്സിലായോ? സിവിയറിറ്റി, ഏജ് ഡിഫേഴ്സ്. പിന്നെ ഇതിൽ തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മൈൽഡ്, മോഡറേറ്റ്, സിവിയർ 3 ലെവലിലുണ്ട്. അപ്പം അതും പിന്നെ എഗെയിൻ പേരൻസിൻ്റെ സപ്പോർട്ട്. പല പേരൻസ് ഇപ്പം നമ്മുടെ അവിടെ ജനറലൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ കുട്ടിയെ വാട്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തെറപ്പിസ്റ്റ് പഠിപ്പിച്ചു. വാട്ടർ നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്ലാഷ് കാർഡ് വെച്ചിട്ട് ദിസ് ഇസ് വാട്ടർ എന്ന് പറയുന്നു. വീട്ടിൽ ചെന്ന് കഴിയുമ്പം നമ്മൾ പേരൻസിന് ഗോൾസ് കൊടുത്തു വിടും. ഈ ഒരു കോൺസെപ്റ്റ് ഒരു കുട്ടി ജനറലൈസ് ചെയ്യുന്നത് 3 ആസ്പെക്റ്റിലാണ്: പീപ്പിൾ, പ്ലേസ് ആൻഡ് സ്റ്റിമുലേ. എവിടെ വെച്ച് വെള്ളം കൊടുത്താലും കുട്ടി എന്താണെന്ന് പറയണം? വെള്ളമാണെന്ന് പറയണം. പ്ലേസ്. ഇനി ആര് കൊടുത്താലും, മനസ്സിലായി? പീപ്പിൾ. ആര് വെള്ളം കൊടുത്താലും കുട്ടി എന്താണെന്ന് പറയണം? വെള്ളമാണെന്ന് പറയണം. 3 സ്റ്റിമുലേ. ഗ്ലാസ്സിൽ കൊടുത്താലും, കപ്പിൽ കൊടുത്താലും, സ്പൂണിൽ കൊടുത്താലും കുട്ടി അത്. ഈ 3 ആസ്പെക്ട്സിൽ ഒരു കുട്ടി ഒരു കാര്യം പഠിക്കുമ്പോഴേ പഠിച്ചു എന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ്. അല്ലാതെ ഫ്ലാഷ് അല്ലെ കുട്ടി പ്രത്യേകിച്ച് ഇവർക്ക് ജനറലൈസേഷൻ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ബിഹേവിയർ അനാലിസിസ് നമ്മൾ പറയുന്നത് ഈ 3 ആസ്പെക്ട്സിലും കുട്ടി അത് പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് ട്രെയിൻ ചെയ്യാൻ ആർക്ക് പറ്റും? കുട്ടിക്ക് വെള്ളം എടുത്ത് കുപ്പിയായിട്ട് എല്ലായിടും നടക്കാൻ ഒരിക്കലും തെറപ്പിസ്റ്റിന് പറ്റില്ല. അപ്പോൾ ഇത് പേരൻറ്റിന് കൊടുത്തു വിടും. അന്ന് തന്നെ അത് ചെയ്യുന്ന പേരൻറ്റിന് വാട്ടർ കോൺസെപ്റ്റ് ക്ലിയറായി, അടുത്ത ആപ്പിളിലേക്ക് പോകും. പക്ഷേ ഇത് ചെയ്യാത്തൊരു പേരൻ്റ് ആണെങ്കിലോ നമ്മൾ 1 മാസം വെള്ളമായിട്ട് പോകേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ ആപ്പിൾ പഠിപ്പിച്ചു കുട്ടിയെ, ഫ്രൂട്ട്സിൻ്റെ കടയിൽ കൊണ്ടുപോയി മോനെ റെഡ് ആപ്പിൾ, ബ്ലൂ ഗ്രീൻ ആപ്പിൾ, സ്മോൾ ആപ്പിൾ, ബിഗ് ആപ്പിൾ. ആ കുട്ടി അത് തൊട്ടു, അന്ന് തന്നെ അവൻ പഠിച്ചു കഴിഞ്ഞു. ആരും 3 മോനെ ആ ചേട്ടാ ആപ്പിൾ ഒന്ന് കൊടുത്തേ, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മ ആപ്പിൾ കൊടുത്തേ, എന്താ മോനെ ആപ്പിൾ പറഞ്ഞോട് തീർന്നു. അതേ പോലെ പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ഞങ്ങൾ പേരൻറ്റ് ട്രെയിനിങ് ക്ലാസ്സസ് ഉണ്ട്, എല്ലാ വീക്കും ഉണ്ട്. ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും പേരൻറ്റ് ട്രെയിനിങ്. ഞങ്ങളുടെ ഹോൾ ടീമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 185 പ്രൊഫഷണൽസാണ്. സ്പീച്ച് തെറപ്പിസ്റ്റ് തന്നെ നമുക്കൊരു 45 സ്പീച്ച് തെറപ്പിസ്റ്റ് ഉണ്ട്, ഒക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് 42, എഡ്യൂക്കേറ്റേഴ്സ് ഒരു 56, സൈക്കോളജിസ്റ്റ് തന്നെ നമുക്കൊരു 22, 23, ബിഹേവിയർ തെറപ്പിസ്റ്റുകളുണ്ട്, എല്ലാവരും ഉണ്ട്, ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യനുണ്ട്, നമുക്ക് കംപ്ലീറ്റ് ടീമുണ്ട്. അപ്പോൾ നമ്മൾ മാറി മാറി ക്ലാസ്സസ് എടുക്കും, പേരൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും, നല്ല കോൺഫിഡൻ്റ് ആക്കി ഒരു തെറപ്പിസ്റ്റിൻ്റെ ലെവലിലാക്കിയിട്ട് നമ്മൾ ഇവരെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് കൂടും. ഇപ്പോൾ ഇന്നും കേരളത്തിൽ 95% സെൻറ്റേഴ്സിലും രക്ഷകർത്താക്കൾ പുറത്താണ്. അവർക്ക് അറിയത്ത് പോലുമില്ല തെറപ്പിസ്റ്റ് ആരാണ്. അകത്ത് കയറ്റിവിടും. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രക്ഷകർത്താവ് അറിയണം ഡെയിലി എന്ത് എഫേർട്ട്, ഒന്ന് കുഞ്ഞിൻ്റെ സേഫ്റ്റി, 2 എന്ത് എഫേർട്ട് എൻ്റെ തെറപ്പിസ്റ്റ് കുഞ്ഞിന് വേണ്ടി ഇടുന്നു. കാരണം കുഞ്ഞിൻ്റെ ഗോൾഡൻ ഏജാണ് ആ 3 to 5 years എന്ന് പറയുന്നത്. അതിനുള്ളിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാമോ അത് ഏറ്റവും ബെസ്റ്റായിട്ട് കുഞ്ഞിന് കൊടുക്കുക. പാരൻസിൻ്റെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഇപ്പോൾ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് സൊസൈറ്റിക്ക് ഒരു വലിയ ചാലഞ്ചാണ്. മേ ബി സാധാരണ പോലെ പെരുമാറിയ അവർക്ക് മനസ്സിലാവോ, ഇനി അതല്ലാണ്ട് പെരുമാറിയ പാരൻസ് ഒഫൻഡഡ് ആവോ? അപ്പം ഹൗ ഡു യു ഗൈസ് എക്സ്പെക്റ്റ് ആ സൊസൈറ്റിയുടെ ഒരു സപ്പോർട്ടില്ലേ? തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ ഒരു മെയിൻ സ്ട്രീം ഇൻ്റഗ്രേഷൻ ഏറ്റവും വലിയ റോള് സൊസൈറ്റിക്ക് തന്നെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരു സ്കൂളിൽ അഡ്മിഷന് ചെല്ലുമ്പോൾ
CBSEയുടെ റൂളുണ്ട്, എല്ലാത്തിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാതിരിക്കാമെന്നാണ് പല സ്കൂളുകളും ഇപ്പോഴും ട്രൈ ചെയ്യുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള റിസോഴ്സസ്, ഷാഡോ ടീച്ചേഴ്സ് വിദേശത്ത് ഇതെല്ലാം അവൈലബിൾ ആണ്. ഷാഡോ ടീച്ചർ ഫെസിലിറ്റീസ് ആണ്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുക. അതുപോലെ ഈ ഒരു കുഞ്ഞിനെ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ഇത് വിദൂരമല്ല. പണ്ട് ഞാൻ പറഞ്ഞതുപോലെ 500-1, 1000-1 എന്നുള്ള കണക്കാണ് ഇപ്പം 35-1 എന്നുള്ളൊരു കണക്കിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം 35 കുട്ടികളുള്ള ഒരു സമൂഹത്തിലാണ് ഒരാളെ നമ്മൾ പോയത്. അപ്പം ഇതൊരു ദൂരെയുള്ള കാര്യമല്ല, ഇത് നമ്മൾ നാളെ കൂടുതലായിട്ട് കാണാൻ പോകുന്നൊരു കാര്യമാണ്. അതാണ് പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നമ്പർ ഓൺ ദ റൈസ് ആണ്. അപ്പം നമ്മൾ കോവിഡ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് ടാബ് കൂടി, സ്ക്രീൻ ടൈം കൂടി. സ്ക്രീൻ ടൈം ഇതിനൊരു വലിയ പ്രശ്നമാണ്. ശരിക്കും കനേഡിയൻ പീഡിയാട്രിക് അസോസിയേഷൻ പറയുന്നത് 2 വയസ്സ് വരെ കുട്ടികൾക്ക് മൊബൈൽ കാണിക്കാൻ പാടില്ല. 2 to 5 അത് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ന്യൂറോ മെച്ചുറേഷൻ എഫക്റ്റ് ചെയ്തു. ബ്രെയിനിൽ കണക്ഷൻസ് ഉണ്ടാവില്ല. ഐസിന് പ്രശ്നം. കുട്ടികളുടെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് സ്ക്രീൻ കുട്ടിക്കുള്ളതല്ല. 2 to 5 years വരെ half an hour to 1 hour a day, ഇൻക്ലൂഡിങ് വീഡിയോ കോൾ വിത്ത് റിലേറ്റീവ് എന്നാണ് പറയുന്നത്. 5 to 7 years 1.5 hours a day, 7 to 9 മാക്സിമം 2 hours. ഇതാണ് അലോട്ടഡ്. ജുവലിൽ വരുന്ന അസസ്മെൻറ്റുകാർ 1 വയസ്സുകാരൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഉൾപ്പെടെയുള്ള സമയം കുഞ്ഞ് ഉണർന്നിരിക്കുന്ന ഫുൾ ടൈം സ്ക്രീനിലാണ്. അപ്പം നമ്മൾ എല്ലാവരും പറയും അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ, ഭക്ഷണം കഴിപ്പിക്കുന്നത് എങ്ങനെയാണ്. പണ്ടുള്ളവർ ചെയ്തിരുന്നു. ഒരു കാർട്ടൂൺസ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാൽ അച്ഛൻ്റെ 4 പേരുടെ കയ്യിലും സ്ക്രീനാണ്. പക്ഷേ നമ്മളിത് മനസ്സിലാക്കണം, നമ്മളെ അല്ല ഇത് എഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കാരണം ഈ ലോകത്ത് ജനിച്ച് വീണ ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഇത്രയും ഡിലേസ് പണ്ടത്തെ ജനറേഷനിൽ ഇല്ലായിരുന്നു. നമ്മളത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് കോവിഡ്, സ്ക്രീൻ ടൈം. അതല്ലാണ്ട് ഓട്ടിസത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനറ്റിക് ഫാക്ടേഴ്സ് എടുത്താൽ 2 ഓട്ടിസം ഉള്ളൊരു കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന കുഞ്ഞിന് ഓട്ടിസം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ശരിക്കും പലതും ഡിലേസ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടുവാണ്. അപ്പോൾ ചില കുട്ടികൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇമീഡിയറ്റ്ലി ആരെങ്കിലും പറയും ഓട്ടിസം എന്ന് പറയും. പക്ഷേ ഓട്ടിസ്റ്റിക് ആയിരിക്കത്തില്ല, ഡിലേ ആയിരിക്കും. ഈ ഡിലേയും ഓട്ടിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഈസിയാണ്. വിർച്വൽ ഓട്ടിസം പുതിയ കോൺസെപ്റ്റാണ്. സ്ക്രീൻ ടൈം കാരണം കുട്ടി അത് 0 to 2 years അങ്ങനെ വിർച്വൽ ഓട്ടിസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ പുതിയ രീതിയിൽ വരുന്നുണ്ട്. സ്ക്രീൻ ടൈം ഇത്ര മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ അതിനെ വിർച്വൽ ഓട്ടിസമായിട്ട് കണക്കാക്കാം. അതിൻ്റെ ഡെഫിനിഷൻസ് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി സ്ക്രീൻ ടൈമിന് ഇതിന് നല്ല റോളുണ്ട്. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതായത് കുട്ടികൾക്ക് ഇപ്പോൾ ഓട്ടിസം അല്ലാണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ സ്പീച്ച് തെറപ്പി, അതായത് എല്ലാവരും ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പോകുന്നത് കൊണ്ട് നേരത്തെ ഇപ്പോൾ ഡോക്ടർ നേരത്തെ ഈ കുട്ടികളുടെ മൈൽ സ്റ്റോൺ പറഞ്ഞപ്പോൾ 1 വയസ്സിൽ ചെറുതായിട്ട് ഇപ്പോൾ 2 വാക്ക് കൂട്ടി സംസാരിക്കും അങ്ങനെ പറഞ്ഞല്ലോ. അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ കുട്ടികളൊരു 3 വയസ്സ് വരെയൊക്കെ വലിയ കാര്യമായിട്ട് കുഞ്ഞ് സംസാരിക്കില്ല, വീട്ടിലാരാ സംസാരിക്കാനുള്ള, അതൊരു ഭയങ്കര നോർമൽ കാര്യമായി മാറി. അപ്പം അതിന് വളരെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ അതൊരു 7-8 വയസ്സുള്ള കുട്ടീനെ ആൾ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് കൊച്ചിന് സ്പീച്ചിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോഴാണ് കൊണ്ട് സ്പീച്ച് തെറാപ്പിക്ക് ചേർക്കുന്നത്. അതുവരെ കൊച്ച് പ്രോപ്പറായിട്ട് സംസാരിക്കത്തേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ സ്പീച്ച് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. സംസാരിക്കാൻ ആളില്ലാത്തതിൻ്റെ ആവാം, പക്ഷെ അത് ഏത് പ്രായത്തിൽ നമ്മളത് നോട്ടീസ് ചെയ്യണം. അതായത് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പം നമ്മൾ ഓട്ടിസത്തിൻ്റെതായിട്ട് പറഞ്ഞ ഒരു സിംറ്റമും ഇല്ല, പക്ഷേ സംസാരത്തിലൊരു ഡിലേ ഉണ്ട്. ഇപ്പം വളരെ ആക്റ്റീവായിട്ടുള്ള കിഡ്സ് ആയിരിക്കും, വേറെ ഒരു കാര്യത്തിനൊരു പ്രശ്നമില്ല. അവരുടെ സംസാരം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതും റിയാക്ട് ചെയ്യുന്നതൊക്കെ പക്കയാണ്. സംസാരം ഈ ഒരു ഡിലേ ചെറുതിലേ ഉണ്ട്. സംസാരത്തിലുള്ള പ്രശ്നം നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു 3 മാസം 4 മാസം ഉള്ള കൊച്ചാണെങ്കിലും വിളിക്കും, മനസ്സിലായല്ലേ? അപ്പം 7 മാസം 8 മാസം ആകുമ്പോഴേ താത്ത മാമ അങ്ങനെ ബൈസിലബിൾ സൗണ്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. 1 വയസ്സാകുമ്പോൾ വാക്കുകൾ പറയും, 2 വയസ്സാകുമ്പോൾ 50 വാക്കുകൾ പറയും, 3 വയസ്സാകുമ്പോൾ മനസ്സിലായില്ല 100 വാക്കിന് മേളിൽ പറഞ്ഞു തുടങ്ങും. അപ്പം ഓരോ പ്രായത്തിലും നമുക്ക് സംസാരത്തിൽ ഡിലേ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. ഒരു 4-4.5 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നുള്ള കുട്ടികൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തവരുണ്ട്, മനസ്സിലായില്ല, ഉച്ചാരണം ശരിയായിട്ട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ സംസാരമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് ഏത് പ്രായത്തിലും തിരിച്ചറിയാൻ പറ്റും. അത് നമുക്ക് ഈ പറയുന്ന ചികിത്സിക്കാനും അല്ലെങ്കിൽ നമുക്ക് തെറാപ്പി കൊടുത്ത് അത് നേരെയാക്കാനും പറ്റും.
അപ്പോൾ പക്ഷേ അത് സംസാരം എന്ന് പറയുന്നത് ചിലപ്പം കുഞ്ഞിപ്പോൾ 4.5 വയസ്സുള്ളൊരു കുഞ്ഞിനെ സംസാരിക്കുന്നില്ല, പ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ സ്പീച്ച് എന്ന് പറയുന്നത് ഡിലേ ആകാൻ എന്താണ് കാരണം എന്നോടുകൂടെ നമ്മൾ തിരിച്ച് കണ്ട ചിലപ്പോൾ കുട്ടിക്ക് ശ്രദ്ധയില്ലാഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണ് അതിൻ്റെ അണ്ടർലൈങ് റീസൺ എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതിനോടൊപ്പം കൊടുക്കണം. ഓക്കെ, അതിന് സ്പീച്ച് തെറാപ്പി മതിയോ? സ്പീച്ച് തെറാപ്പി ചില കേസുകളിൽ സ്പീച്ച് തെറാപ്പി മാത്രം മതിയാവും. മനസ്സിലായി, സ്റ്റിമുലേഷൻ്റെ കുറവുകൊണ്ട് മാത്രമായിരിക്കാം, മനസ്സിലല്ലേ, ക്ലാരിറ്റി പ്രോബ്ലം മാത്രമായിരിക്കാം, മനസ്സിലായില്ലേ. പക്ഷേ ചില കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പിയോടൊപ്പം നമ്മൾ ഈ പറയുന്ന സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പിയും കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിയോടൊപ്പം നമ്മൾ ബിഹേവിയർ തെറാപ്പിയും കൊടുക്കേണ്ടി വന്നേക്കാം. അത് കുഞ്ഞിൻ്റെ സംസാരം ഡിലേ ആകാനുള്ള ശരിയായ റീസൺ എന്താണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സ്പീച്ച് തെറാപ്പി മാത്രമാണോ അതിനോടൊപ്പം കോമ്പിനേഷൻ ഓഫ് തെറാപ്പീസ് കൊടുക്കണോ വേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ സ്പീച്ച് തെറാപ്പി മാത്രമായിട്ട് ജുവൽ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും. അപ്പം ജുവലിന്റെ ഒരു സർവീസസ് എന്തൊക്കെയാണ്? ഇത്രയും വർഷത്തെ സർവീസസ്. ജുവലിന്റെ ഫൗണ്ടറാണ് ഡോക്ടർ ജുവൽ ഒരു ജുവൽ ഒരു ഓൾ ഇൻ ഓൾ ആണ് ഫോർ കിഡ്സ്. ജുവൽ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ആണ്. ഒരു ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെന്റർ അല്ല. എന്ത് തരത്തിലുള്ള ഡെവലപ്മെന്റൽ നീഡുള്ള ഒരു കുട്ടിയാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടുന്ന കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അത് സ്കൂളിൽ പോകുന്ന ഞങ്ങൾക്ക് ഇവിടെ വരുന്ന 95% കുട്ടികളും മെയിൻ സ്ട്രീം സ്കൂളിൽ തന്നെ പോകുന്നവരാണ്. സ്കൂൾ ബസ്സിൽ ഇറങ്ങുന്ന കുട്ടികൾ പോലും ഉണ്ട്. കുട്ടികളോട് പറഞ്ഞിട്ടിറങ്ങും, എടാ എനിക്ക് സ്പീച്ചിന് ഒരു ഇച്ചിരി പ്രശ്നം ശരിയാക്കിയിട്ട് വരട്ടെ. ഉച്ചയ്ക്ക് അങ്ങനെ വന്ന് ബസ്സിൽ ഇറങ്ങുന്ന പിള്ളേരുണ്ട്, മനസ്സിലായി. അപ്പൊ അതൊരു ഉച്ച കഴിഞ്ഞ് വരുന്ന പിള്ളേർ കംപ്ലീറ്റ് സ്കൂൾ ഗോയിങ്. ചോദിക്കുമ്പോഴാ പറഞ്ഞത് ഇച്ചിരി പ്രശ്നമുള്ള ഒന്ന് ശരിയാക്കിയിട്ട് വരട്ടെ. അപ്പൊ അതുപോലെ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, മാത്സ് പഠിക്കാൻ പാട്, പടം വരയ്ക്കാം, ലേണിംഗ് ഡിസബിലിറ്റീസ് അണ്ടറിൽ വരും. ശരിയായിട്ട് കളിക്കാൻ പറ്റാത്ത കുട്ടികൾ, ശരിയായിട്ട് ഒറ്റക്കാലിൽ ഹോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായല്ലേ. I was about to ask you who all can come to you എന്ന്. പക്ഷേ ഇതിപ്പോ എല്ലാ കുട്ടികൾക്കും മനസ്സിലായി. അതിൽ ഞങ്ങളുടെ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ സ്വിമ്മിങ് ചാമ്പ്യനാണ് നമ്മുടെ ഒരു കുട്ടി. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ബോഡി ബാലൻസ് പോലും ഇല്ലാതിരുന്നൊരു കുട്ടിയാണ്. തെറാപ്പി കഴിഞ്ഞ ശേഷം സ്വിമ്മിങ്ങിലേക്ക് വന്നു. ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റും ഉണ്ട്. ജുവൽ സ്റ്റാർട്ട് ചെയ്തത് 2008 ഇന്ത്യയിലെ തന്നെ ആദ്യ കാലത്ത് തുടങ്ങിയ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സിൽ ഒരെണ്ണമാണ് ജുവൽ. ഫൗണ്ടറാണ് പുള്ളി. WHO വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ സുനാമി റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത സമയത്താണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ രക്ഷകർത്താക്കൾ വന്ന് മീറ്റ് ചെയ്തിട്ട്. അന്ന് ഇന്ത്യയിൽ ഓട്ടിസം എന്ന ടേം ഇല്ല. 2005 ഇവർ ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്തിട്ട് ഇതിനൊരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ സമയത്താണ് പുള്ളിയുടെ ബ്രദർ പുറത്താണ്, പുള്ളി പഠിച്ചത് അവിടെ. അപ്പോൾ ആ ഒരു ഈ അവിടുന്ന് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസറി ഇൻ്റഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2008. അപ്പോൾ ആ കുട്ടികളെല്ലാം തന്നെ അവർക്ക് നോർമൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും അവരെല്ലാം മെയിൻ സ്ട്രീംഡ് ആവുകയും ചെയ്തു. അതിനുശേഷം പല യൂണിവേഴ്സിറ്റി, ഇന്ന് ജുവൽ 32 യൂണിവേഴ്സിറ്റികളുടെ ഇൻറ്റേൺഷിപ്പ് സെൻ്ററാണ്, 5 യൂണിവേഴ്സിറ്റിയുടെ PhD സെൻ്ററാണ്. അഡൽഫി യൂണിവേഴ്സിറ്റിയുടെ, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ഉൾപ്പെടെ PhD സെൻ്ററാണ് ജുവൽ. അതുപോലെ തന്നെ 38 രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 475 കുട്ടികളോളം ഒരു മാസം ട്രീറ്റ്മെൻറ്റ് എത്തുന്നുണ്ട്. 180 പ്രൊഫഷണൽസോളം വർക്ക് ചെയ്യുന്ന ദുബായിൽ നമുക്കൊരു ബ്രാഞ്ചുണ്ട്. അത്രയും പ്രൊഫഷണൽ ടീം നമുക്ക് ജുവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം യു ഗൈസ് ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. അങ്ങനെ തന്നെ ഈ കുട്ടികൾക്കുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് പാരൻസിന് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റട്ടെ എന്ന് പറയുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. സേവിങ് എ ചൈൽഡ് മീൻസ് സേവിങ് എ ഫാമിലി, അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഓരോ കുടുംബങ്ങളിൽ രക്ഷപ്പെടട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. Let you save every child. Yeah.